എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്രിസർവേറ്റീവും അതുപോലെ തന്നെ കളറും ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ നമ്മളതിൽ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവും കളറും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ജാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ ഗ്രീനൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അരിഞ്ഞെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് നാരങ്ങ നീരും കൂടെ വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ജാം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്തു. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ട്രോബെറി ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നന്നായിട്ട് സ്ട്രോബെറിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടതൊന്ന് ഉടച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് മതിയാകും ഇത്രയും അളവിൽ. അരിയില്ലാതെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതുപോലെ കളറൊക്കെ ചേഞ്ചായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം ആകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമ്മൾ ആ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നല്ല ക്ലീനായിട്ട് ഇതുപോലെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ അളവൊന്ന് കുറയും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുപ്പികളിലാക്കി സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ നമ്മുടെ സ്പൂണിൽ നിന്ന് അത് വിട്ട് വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മളൊരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കിയ ജാറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാം ഇട്ടിട്ട് നമുക്കിത് ഇപ്പോൾ തന്നെ ഒന്ന് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇനി ഇതുപോലെ പ്രിസർവേറ്റീവും അതുപോലെ തന്നെ കളറൊന്നും ഇല്ലാത്ത ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഏത് ഫ്രൂട്ട് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്